ഹലോ ഗൈസ്, അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോകാനും എല്ലാ സെറ്റപ്പും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 1 മണിയായി. അങ്ങനെ രാത്രി 1 മണിക്ക് ഞാനും നബീലും ഷബീറും ഫായിസാടെ നാളെ ജോയിൻ ആവും, അഷ്കറും ചിലപ്പോൾ നാളെ ജോയിൻ ആവും. അങ്ങനെ ഒരു ഊട്ടി മൂന്നാർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടില്ല ഒരു വ്ളോഗായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. അതിൽ ഓരോ പാട്ടായിരിക്കും ഉണ്ടാവാം. പക്ഷെ അപ്പം ഞാൻ ഇപ്പോൾ പോകുന്നു. ഇന്ന് ഒക്ടോബർ 31 അല്ലെങ്കിൽ നവംബർ 1 ആയിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നു. അപ്പം പോകുന്ന ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം നമുക്ക്. ഓക്കെ, പൈസ തലേന്ന് വായിച്ചിടും. അങ്ങനെ നിലാമുറ്റം മക്കാമിലേക്ക് സിയാറത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഇവിടുന്ന് നൗഫല് ആടെ മൂത്രയ്ക്കാൻ കൊണ്ടുവന്നിട്ട് മൂത്രയ്ക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ഫ്രണ്ട് ചെയ്യാൻ വെക്കാം. ഇപ്പം കിട്ടി. അങ്ങനെ നിലാമുറ്റം വെക്കാം. ഓക്കെ, മക്കാമിലെത്തി നമ്മൾ അങ്ങനെ ദുആയെല്ലാം ചെയ്തിട്ട് വരാം. അങ്ങനെ ഇരുട്ടിയെല്ലാം കഴിഞ്ഞ് മട്ടന്നൂരെത്തി. പെണ്ണുങ്ങളെ ബാത്റൂം പോയി മൂത്രയ്ക്കുന്നു, ആണുങ്ങളെ ബാത്റൂമിൽ പോകാൻ ക്യൂ നിൽക്കുന്നു. അമ്പതാ നബീലിൻ്റെ വണ്ടി അതാ ഈലാണ് നമ്മൾ പോകുന്നു. ഊട്ടി അങ്ങനെ എല്ലായിടത്തും പോകാനുള്ള പരിപാടിയുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ബാക്കി ഓരോ സ്ഥലത്ത് എത്തിയിട്ട് നോക്കാം നമുക്ക്. ഇതേന്ന് മക്കാമ് തമിഴ്നാട് നിസ്കരിച്ച് ഇനി അടുത്ത വഴിയിലേക്ക്. എൻ്റെ മക്കളെ, അങ്ങനെ നമ്മളിപ്പോൾ അടുത്തി മാനന്തവാടി ടൗൺ എത്തി. എൻ്റെ മക്കളെ, ഏതാ കോടെ ഇതാന്ന് പേരുടെ കറ്റ് സമയം. നബീലിന്റെ ഫോണുണ്ട്. ഇല്ല, കോട നോക്കുമ്പോ കോടയും കാണുന്നില്ല. താഴെ കോട ഫോണിലും കൂടി നോക്കിട്ട് എടുക്കല്ലേ. കോടമഞ്ഞിൻ ഓഹോയ്, കോടമഞ്ഞിൻ ഓഹോയ്. ആ കിളിപ്പാട്ട് മൂളവേ മറുകിളി പാടും. ചായ വേണം. നേരത്തെ കോട കാണാത്ത കോട ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം കോട കാണുന്നില്ല. ഒരു ആവറേജ് 40 സ്പീഡിൽ പോകുന്നുണ്ട്. നല്ല ലൈറ്റും ലൈറ്റിലടിച്ചിരുന്നുണ്ടോ ആയിരിക്കും പോകുമ്പോ തരാ. അങ്ങനെ നമ്മ മീനങ്ങാടി എത്തിയിട്ട് സുൽത്താൻ ബത്തേരി എന്നാ മീനങ്ങാടി എത്തിയിട്ടില്ല. ഫാന്റാസ്റ്റിക് തണുപ്പ്. വീഡിയോ കാണാനല്ല, എന്നെ കണ്ടില്ലല്ലോ. ചാർജില്ല. ഓക്കെ, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. ഇപ്പം ചേച്ചിയെല്ലാം നിൽക്കുന്നുണ്ട്. തുണിയിടാണ്ടല്ല, കോട്ടിടാണ്ട്. അപ്പം ഗൈസ് 10 ഡിഗ്രി തണുപ്പ്. നമുക്ക് കഴപ്പുണ്ടോ? ഉണ്ടോ? ഇത് പൊക്ക് ഇനി ഇതും പൊക്കാത്തത് പൊക്ക്. നിങ്ങൾ പറയൂ ഗൈസ്, നമുക്ക് കഴപ്പുണ്ടോ?
എന്തോ പറയോ കഴപ്പ് എന്ത് അറിയാത്തേ പൊക്കിക്കോ കഴപ്പില്ല അങ്ങനെ നമ്മ അടുത്തിയടാ ഞാൻ മുത്തേ 70 ഒരു സാധനട്ടാ ചെവീറ ഒരു സാധനം മുത്ത എന്നെ നോക്കിയത് ആവൂ ഞാൻ തന്നെ കണ്ടിട്ട് പാങ്ങായി ഇതാണ് പീടിയ അനൂസ് അടുത്ത് സ്ഥലം പറയും സ്ഥലം നാടൻ സ്ഥലം വയനാട് ഭക്ഷണം സ്ഥലം കണ്ണാപ്പിയോ ചെന്നാളി എത്തിയോ അങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇപ്പൊ സമയം എത്ര ഇടാ ഉണ്ടല്ലോ കാണാൻ 6:20 കാണാനല്ലേ പാങ്ങട്ടെ അവിടെ ഇങ്ങനെ നോക്കിക്ക ഇതിങ്ങനെ തിരിക്കലെങ്ങനെ ഇപ്പം തിരിയില്ല അതിട്ടാ അങ്ങനെ ഒരു ഇത് അല്ല സൈക്കിളിൽ പോകുന്നതിൻ്റെ അടുത്ത് സൺറൂഫ് തുറക്കാൻ അമ്മ ഏതോ ഒരു ഫോറസ്റ്റിലേക്ക് കയറി ഇപ്പൊ വീഡിയോ എടുക്കാൻ നമുക്ക് കാടുമില്ലേ കാടുമില്ല നിങ്ങളിത് കാണുക എന്ത് കണ്ടു ഗായ്സ് വന്നിട്ടേ ഇല്ല നിങ്ങളിത് കാണുക തോന്നുന്നു ആയുധൂട്ടി എടാ ആയുധൂട്ടി നല്ല പേരാണല്ലേ ലാസ്റ്റ് പോയത് കുട്ടിയെന്നാവും എന്താ രസം പോകുന്ന പോക്കുണ്ടോ അങ്ങനെ ഒടുവിൽ ഞാൻ ഫോറസ്റ്റ് കണ്ടു ഫോറസ്റ്റ് മൊത്തം കാടാണ് ഫുള്ള് കാറുന്നില്ല വീഡിയോ അത്രയും വീഡിയോ തന്നെ ഗൂഡല്ലൂർ എത്തിയിട്ടാലും തമിഴ്നാട് കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറി നമ്മളങ്ങനെ തമിഴ്നാട് അവരെ കാണാത്തല്ലേ എന്നല്ല കാണാത്തല്ലേ ഡിഗ്രി ഞാൻ ടെൻഷൻ അടിക്കൂല നീ എന്നെ ടെൻഷൻ അടിക്കേണ്ടി വരും എനിക്ക് തുണിയെടുത്ത് റൂട്ടിലേക്ക് വില അതിന് മുമ്പ് ഓടിക്കും ഇത് ഒറ്റ കൊമ്പനാന്ന് കുത്തു 2 കൊമ്പുണ്ടല്ലേ ഇതാ ഈടാന റോട്ടിന്റെ സൈഡില് ഇത് കാട്ടിയതാ കാട്ടി നീ പറഞ്ഞ കാട്ടുവച്ച് കാട്ടുപോത്ത് കുത്തുറ വണ്ടി ഒന്ന് ഓഫായിക്കല്ലേ ഇത് കാട്ടുപോത്ത് ഇത് നബിയിലെ കാട്ടുപോത്ത് കുത്തിയാണല്ലേ കാട്ടുപോത്ത് കുത്തി ഒന്നും പറയണ്ട നമ്മൾ എടുക്കാൻ ഒരാളുണ്ടാവും വേണ്ട തീർന്നു 5 പൊട്ടന്മാർ ലൊക്കേഷൻ ഇട്ടില്ല നീ ഇറങ്ങാണ്ട് ബസനോട് വഴി ഊട്ടി പോയി ജമാല ഇതെല്ലാം നിന്റെ ലാസ്റ്റ് നിന്റെ തലയിലാണ് വന്നാണ്ടല്ലേ ഇതെല്ലാം ഞാൻ വന്ന് പോകുമ്പോ കണ്ടില്ലേ ഊട്ടിയിലേക്ക് 2 വഴിയിലേ പോകും ലെഫ്റ്റും റൈറ്റും അവർ റൈറ്റ് എടുത്തിട്ട് പോയി നമ്മ ലെഫ്റ്റ് ഊട്ടിന് ആന്ന് ഇവൻ ജമാൽ നേരത്തെ ഉണ്ടല്ലോ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പറഞ്ഞില്ലേ അത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ ഞാൻ 10ാം ക്ലാസ്സിൽ ഊട്ടിയും കൊടൈക്കനാൽ ട്രിപ്പ് പോകുന്നുണ്ട് കൂടി പോയി ഊട്ടി അല്ലെങ്കിൽ നൗഫലിനെ ഞാൻ തല്ലു കുറച്ച് നേരത്തെ ആടുന്നൊരു വലത്തോട്ട് പോകണം തല്ലാക്കണ്ട വെച്ചിട്ടാ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല റോഡൊന്നും ഞാൻ പറഞ്ഞു മസനെ കൂടി പോയി ഞങ്ങക്ക് റോഡ് അറിയില്ല ഞാൻ ഓൾറെഡി അതല്ല ഞാൻ പറയുന്നത് നീ ഇപ്പൊ മാപ്പ് നോക്കിട്ട് പറഞ്ഞല്ല
അങ്ങോട്ട് പോയാ ഇത് സത്യത്തിൽ ആടെത്തിട്ട് റൈറ്റ് എടുക്കാൻ പറഞ്ഞ ആ റോഡ് കാണിച്ചു. എടാ 20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞ പിന്നെ റോഡ് ഊട്ടിയെത്തി. ഉള്ളു മല മാത്രം. എടാ ഇങ്ങനത്തെ റീലിലുണ്ടായിടാ. ഏത് റീലിൽ 2 റോഡ് ഉണ്ടായിട്ടാണ് പിന്നെ അങ്ങനെ മസനഗുടി മസനഗുടി വഴി പോയിടാ. ഇത് കിട്ടുന്നില്ല. മസനഗുടി വഴി ഊട്ടിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ചാടാപ്പട്ടിയിലെത്തി അമ്മ. അങ്ങനെ മസനഗുടി വഴി ഊട്ടി പോകുന്ന മസനഗുടി നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന ഊട്ടിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ബെസ്റ്റ്. അങ്ങനെ ഈ ഹോം സ്റ്റേയിൽ നമ്മൾ കുറച്ച് സമയം നിൽക്കാൻ തീരുമാനിച്ചു. എത്തിയല്ലേ ഊട്ടിയിൽ നമ്മൾ എത്തി. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് ടയേർഡായി. ഇനി എന്താക്കണം, കുറച്ച് കിടക്കണം, എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകണം. ഇതാണ് അപ്പം ഹോം സ്റ്റേ നിൽക്കുന്നത്. ഇതാണ് അപ്പം ഒരു റൂം. പേയ്മെന്റ് അമ്മ എത്ര പറഞ്ഞു? ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞ എക്സ്ട്രാ. അങ്ങനെ എന്തായി റൂം ചെക്കൗട്ട് ആക്കാൻ സമയം മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി ജസ്റ്റ് പുറത്തേക്ക് പോകുന്നത് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോക്ക്. ഓക്കെ we are going guys. Okay ഗൈസ് നമ്മ അങ്ങനെ ലക്ഷദ്വീപ് കോളനിയിലേക്ക് എത്തിയിരിക്കുന്നു. കോളനിയിൽ മേഘമുണ്ട് നല്ല. കയ്യും ചെയ്തു. അങ്ങനെ നമ്മൾ ഹോട്ടൽ മഹാരാജാസിലെത്തി. ഊട്ടിയിലെ കേരള ഫുഡ് തന്നെ പറയുന്നുണ്ട്. നമുക്ക് പോയി തിന്ന് നോക്കിയിട്ട് നോക്കാം. കമോൺ ബൈ ബൈ ഓയാസ്. അങ്ങനെ നമ്മൾ നല്ല കിട്ടില്ലൻ ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയും തിന്നണം. ഇനി ചിക്കൻ ബിരിയാണി ഞാൻ തിന്നുന്നു. ഞാനും കൂടി എന്നാൽ പിന്നെ തിന്നട്ടെ. മഹാരാജയിലെ ചിക്കൻ ബിരിയാണി പപ്പടം തന്നിട്ടാണ്. പപ്പടത്തിനെ കാത്തു നിൽക്കുന്നു. ഓക്കെ തിന്നട്ടെ കേട്ടോ. എങ്ങനെ ഫുഡ് കഴിച്ച് ദമ്മായി ഇനി ഉറങ്ങണം. ബിരിയാണി ഉറങ്ങാനായിട്ട് ഊട്ടിയിലേക്ക് വന്നു. അതാ നമ്മളൊരു ബിരിയാണി വാസ് ഔട്ട്ഫുൾ. അത്ര പോലെ ബിരിയാണി സാധനം കുഴപ്പമില്ല. പറഞ്ഞ മാതിരി ഈ ഒരു ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു ബിരിയാണി കിട്ടുന്നത് ബിരിയാണിയാണ്. ബാക്കിയൊന്നും ബിരിയാണി അല്ലല്ലോ. പൊളിഞ്ഞു വണ്ടി. ഓക്കെ ഗൈസ് നമുക്ക് സ്ഥലമില്ലിരിക്കാൻ. ഐസ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പാർക്കിംഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ പാർക്കിംഗ് ഐസ്. ഉച്ചക്ക് നല്ല തിരക്ക്. തിരിച്ചു വരുമ്പോ എല്ലാം തിരിച്ചു വരുമ്പോ കിട്ടില്ല തിരക്ക്. ബൊട്ടാണിക്കൽ ഗാർഡൻ ടിക്കറ്റ് 500 റുപ്യ 5 ആക്ക്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം പോയി നോക്കിയിട്ട് കാണട്ടെ. ഏത് തരം കഴിഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ. ആവൂ. ദിസ് ഈസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ദിസ് ഈസ് അമ്പലാഞ്ചേരി ഗാർഡൻ. അയ്യോ തലറിഞ്ഞ നമുക്ക് തന്നെ. എന്താണ് ഇവര് ഫ്രെയിമിലേക്ക് അത് വാങ്ങുത്തേ.
അല്ല ഞാൻ വ്ളോഗിന്റെ ഇല്ല ഞാൻ അങ്ങനെ ഇടും. നൗഫലായിട്ടിരിക്കും. നൗഫല നീ എന്നാ അപ്പോന്ന് പറഞ്ഞാല് ഇപ്പം ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, മൊത്തത്തില് പൂക്കളാന്ന് ഇതെല്ലാം പറയണേ. ഞാൻ വന്നിട്ട് നോക്കുന്നവരും കാണുന്നവരെല്ലാം ഫുള്ള് ചുറ്റി കാണാം. നമ്മൾ ആടെയും അങ്ങനെ പോയിട്ടില്ല. കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് തിരിച്ചു പോകുന്നു. ഇവർ രണ്ടാളെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു അങ്ങനെ എന്താണ് അതിന് ഈടുന്ന നമ്മ അടുത്ത പോകാൻ പോകുന്നത് കേട്ടേക്ക് ലൗഡ് ട്രെയിൻ കയറാൻ പോകുന്നത്. അപ്പം ഇതിങ്ങനെ നേരെ തിരിച്ചെടുക്കാം. ഫ്രെയിം ഇതുകൊണ്ടേ. അപ്പൊ ഈ വീഡിയോ ക്യാൻസൽ ആക്കണ്ടേ? board guys. Pookie. I am the Pookie of the yeah. നമ്മളിപ്പോൾ പോകുന്നത് ലൗഡെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ലൗഡെ ഈ ലൗഡെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം, പൂരിടാം. ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1940 ആദ്യമായിട്ട് ഇത് ഉണ്ടായത്, ശിലാസ്ഥാപനം ഉണ്ടായത്. ഇത് നിർത്തും ചെയ്തോ പോവാത്തന്തേ. ഫൈൻഡ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ, ഇമ്മൻസ് ബ്യൂട്ടി. ഐ ആം ദ ബോഡി ഗാർഡ്. അങ്ങനെ ലൗഡയിലെ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടെ എന്താന്ന് കാര്യമായിട്ടില്ല നോക്കട്ടെ, എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, എനിക്കെന്താണ് കാണാനല്ലോ. ആമോ ലൗഡയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സംഭവം നമ്മ ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഇതിലെ വരുന്ന ട്രെയിൻ നമുക്ക് കിട്ടും, ഇതിൽ കാണില്ല. നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കുറവാണ്. ഓക്കെ, അടിപൊളിക്കല്ലേ? ഒരുപാട് സ്ഥലങ്ങളൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ യാത്രകൾ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്താക്കി ഒരു ഫായിസിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഫായിസിൻ്റെ അടുത്ത് എത്തി. ഈ ഫായിസിനെ കൂട്ടിയിട്ടാണ് അടുത്ത പോക്ക്. ഓക്കെ, ഫുഡ് കഴിക്കാൻ പോകണം. ഇതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇന്ന് അസ്കറും കൂടി വരാണ്ട്. അസ്കറും കൂടെ വന്നാൽ അതും കൂടെ അസ്കറും കൂടെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മോനെ അങ്ങനെ ഊമ്പി വളരെ മികച്ച രീതിയിൽ ഊമ്പി. വണ്ടി എടുക്കുമ്പോൾ തന്നെ എടുക്കാൻ പറ്റാണ്ടായി. ഇതുപോലൊരു മറ്റൊരിത് ഉണ്ടായിട്ടില്ല അല്ലേ? നമ്മൾ പിന്നല്ല ഇത് ശരിയാക്കിയിട്ട് ഇന്ന് പോവും, ഉറപ്പ് പോവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഗൈസ്, അങ്ങനെ ട്രിപ്പ് വേറൊരു അഡ്വഞ്ചറിലേക്കാണ് നീങ്ങുന്നത്. വണ്ടി കംപ്ലൈൻ്റായി. ഇനി വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. ഇനി ട്രെയിനിലേക്ക് നീങ്ങുകയാണ്. ഓക്കെ, നമ്മൾ ട്രെയിനിൽ പോകാൻ പോകും. വണ്ടിയുടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോക്കായി. അങ്ങനെ അസ്കർ കൂടെ ജോയിൻ ആയിട്ടുണ്ട് പരിപാടിയിൽ. ഇനിയിപ്പോൾ എന്താണ്, അങ്ങനെ ട്രെയിനിൽ പോകേണ്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. ഒരു ഭക്ഷണം കഴിക്കാൻ ഇവിടെ ആയിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണം കഴിപ്പോയി. അത്രയും കോമഡി ആയിപ്പോയി. ഇപ്പം യാത്ര അഡ്വഞ്ചറുകൾ നിറഞ്ഞതായിപ്പോയി. ഇതൊന്നും നോക്കാനില്ല. അതന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സംഭവിച്ച കാര്യമാണെങ്കിലും എല്ലാം പ്രതീക്ഷിച്ചിട്ട് പോലെ ഉറങ്ങുന്നതാണ്. നേരത്തെ കണ്ടാവും ജാതി ഉറങ്ങും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ വന്നു.
കൊച്ചി എത്തി ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ആദ്യം ഇവിടെ പോയി റൂം എടുത്തിട്ട് ബാക്കി കാണാം. അങ്ങനെ പാലാരി വിട്ട പാലത്തിൻ്റെ അടിയിലെത്തി. ഇവിടെ ഫൈസ് കണ്ടില്ല. ഫൈസ് ഇവരിവിടെ കൊടുക്കാൻ പരിപാടിയാണ്. നീങ്ങി പോവാ, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ. നമ്മൾ പാലാരി വട്ട പാലത്തിന്റെ ആയയില് നമുക്ക് പണി തുടങ്ങണം. എന്ന് സേവനം ചെയ്യണം. ഫുൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൂമും തപ്പിയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. എല്ലാവരും നടക്കുന്നുണ്ട്. ദീർഘമായ ചർച്ചയിലാണ് എല്ലാവരും. ദീർഘമായ ചർച്ച. നബീൽ അവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. കൊച്ചി വ്ളോഗിൽ കാണാം. ഓക്കെ.